ഹലോ, വളരെ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആരും കാണത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്നവരാരും കാണത്തില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല കേട്ടോ ഈ ചാനൽ തുടങ്ങുന്നതെന്നോ അങ്ങനെയൊന്നും. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലുള്ള തുറന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കാനൊരു സ്പേസായിട്ട് ഞാനിപ്പോൾ തൽക്കാലം കാണുന്നുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ചുറ്റും, അല്ലേ? അതായത് ഫ്രണ്ട്സിനിടയിൽ, ഫാമിലിയിൽ, ജോലിക്കിടയിലൊക്കെ നമ്മളെ ഒരുപാട് മനസ്സ് വിഷമിപ്പിക്കുന്ന, അതായത് മനഃപൂർവ്വം എന്നാണ് ഉദ്ദേശിച്ചത്, മനഃപൂർവ്വം നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പരമാവധി കരഞ്ഞു തീർക്കുന്നൊരു വിഷയമായിരുന്നു. കാരണം എന്നെ പെട്ടെന്നത് ബാധിക്കും. എന്നുവെച്ചാൽ നമ്മൾ വളരെ ഡെലിക്കേറ്റായിട്ടുള്ള ഒരു മൈൻഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേദനിപ്പിക്കുന്ന ആൾ വിജയിക്കും ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ മിഷൻ കംപ്ലീറ്റായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം അവരുടെ പുറകിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അവർക്ക് ഒന്നുകിൽ അസൂയ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫീച്ചർ അവർക്ക് ഇഷ്ടമല്ല. അഥവാ ഇഷ്ടം അല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരും അങ്ങനെ നമ്മളെ വേദനിപ്പിക്കാറില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും, ലോകം ഇത്രയും മാറിയ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് സാധിക്കാൻ പറ്റാത്ത എന്തോ നമ്മൾ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് പറ്റാത്ത എന്തോ ഒരു കാര്യം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതായത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നിങ്ങനെ വന്ന് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഓക്കെ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് പറഞ്ഞതാണ്, ശരിക്കും നീ അതിന് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ അസൂയയോ അല്ലെങ്കിൽ ദേഷ്യമോ, കാരണം അയാൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരിക്കുമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു ലോജിക്കാലിറ്റി ചിന്തിച്ചു. ശരിയാണ്. അപ്രീസിയേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേദനിപ്പിക്കരുത്. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വേദനിപ്പിക്കില്ല, അല്ലേ? നമ്മൾ പേഴ്സണലായിട്ട്. പക്ഷേ ചിലരുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഇപ്പോൾ കേൾക്കുന്ന ഒരാൾ ഇപ്പം ആരെങ്കിലും ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. പക്ഷേ ഇത്രയും ഓർത്താൽ മതി, ഞാൻ കുറച്ച് പറഞ്ഞ മുമ്പ് കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, ബൈ.